തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളെ കാണുന്നു. ഇനി 2 സീറ്റുകൾ തൃശ്ശൂരും അതുപോലെ തന്നെ വയനാടുമുണ്ട്. അത് വരുന്ന നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അതിനെക്കുറിച്ച് ഒരു BDJസിൻ്റെ സംസ്ഥാന കൗൺസിൽ കൂടിയ ശേഷം തീരുമാനമെടുത്ത് ഡിക്ലെയർ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ കാര്യം ഇപ്പോൾ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഇവിടെ വയനാട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏത് സ്ഥാനാർത്ഥി വരണമെന്നുള്ളത് ഇപ്പം BDJs ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് മാത്രം ഒരു കാര്യമല്ലല്ലോ. അത് തീർച്ചയായും NDAയിൽ മറ്റുള്ള ആളുകളൊക്കെ ആയിട്ട് കൂടി ആലോചിച്ച് വേണം ഒരു തീരുമാനം എടുക്കാൻ. അതിനുവേണ്ടിയാണ് അത് സ്വല്പം വൈകി നിൽക്കുന്നത്. അല്ല, ഏത് തരത്തിലുള്ള നീക്കുപോക്കിനും ഞങ്ങൾ തയ്യാറാണ്. ചിലപ്പം സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറേണ്ട വന്നാൽ വെച്ച് മാറും. അതിന് എന്താണെന്ന് വെച്ചാൽ ഞാൻ 2 ദിവസത്തിനുള്ളിൽ അതിന് തീരുമാനം എടുക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. വിട്ടുകൊടുക്കണം എന്നുള്ള കാര്യമോ അല്ലെങ്കിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ആത്രത്തോളം കാലം അങ്ങനെ ആലോചന ആവശ്യമില്ല. അങ്ങനെ ഒരു തീരുമാനം വന്നാൽ അപ്പം തന്നെ ഇരുന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ് ഇതുവരെ ആലോചിച്ചിട്ടുള്ളത്. ഞാൻ ഒരു സ്ഥലത്ത് മത്സരിക്കാൻ വേണ്ടി ഒന്നുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പല സ്ഥലത്തും മത്സരിക്കണം എന്ന നിർബന്ധം പലരും BDJസിൻ്റെ നേതാക്കളും അതുപോലെ തന്നെ NDAയുടെ വിവിധ ഘടകകക്ഷികളും BJP എല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നാളെ മറ്റന്നാളോ അതിന് തീരുമാനം എടുക്കും. എന്തോ തൃശ്ശൂർ ഒന്നും ഞാൻ പറഞ്ഞില്ല. നാളെ മറ്റന്നാൾ BDJസിൻ്റെ മീറ്റിംഗ് കൂടി അവരുമായി കൂടി ആലോചിക്കാതെ ഞാൻ ഒറ്റയ്ക്ക് പറയുന്നൊരു കാര്യമല്ലല്ലോ. എൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിത്വത്തിൽ ഞാൻ തന്നെ പറയേണ്ട ഒരു കാര്യമല്ലല്ലോ. അത് ഒരു ധാരണ എത്തിയിട്ടില്ല. കാരണം ഞാൻ ഒരാഴ്ചയായിട്ട് ഇവിടെ കേരളത്തിലില്ല. ഞാൻ കേരളത്തിലില്ലായിരുന്നു. ഇവിടെ ഞാൻ ഇന്ന് വെളുപ്പിനെയാണ് ഇവിടെ എത്തിയത്. അത് പലതരത്തിലുള്ള ആവശ്യം BDJസിൻ്റെ ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വരികയാണ് ഞാൻ അവിടെ ചെല്ലണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് തീരുമാനം എടുത്തിട്ടില്ല. വയനാട് മത്സരിക്കുന്നതിനെ കുറിച്ച് ആലോചനയുണ്ട്. അത് പാർട്ടിക്ക് വലിയ തോതിൽ നേട്ടമാകും എന്നൊരു അഭിപ്രായം പാർട്ടിക്കുള്ളിലുണ്ട്. ശരിയാണോ? അല്ല, അങ്ങനെ അഭിപ്രായം പലർക്കും ഉണ്ട്. പാർട്ടിക്കുള്ളിൽ അകത്തുള്ള പലർക്കും അവിടെ മത്സരിക്കണം, അങ്ങനെ വരികയാണ് മത്സരിക്കണം എന്നൊക്കെ അഭിപ്രായമുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. അതിനെ എന്തോ BJP അങ്ങനെ ഒരു ആവശ്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. അവിടെ അങ്ങനെ ഒരു സീറ്റ് വിട്ടു തരണമെന്നോ അല്ലെങ്കിൽ ഞാൻ മത്സരിക്കണോ അവിടെ മത്സരിക്കണമെന്നോ ഒരു ആവശ്യമൊന്നും അവരാരും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അത് ഇപ്പം അങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കൂടി തീരുമാനങ്ങൾ എടുക്കാമെന്നാണ് കേന്ദ്ര നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത്. SNDP യോഗ നേതൃത്വത്തിൻ്റെ എതിർപ്പ് മൂലമാണോ തൃശ്ശൂർ മത്സരിക്കുന്നതിലൊരു വിമുഖത കാണിക്കുന്നത്? എന്താണ്? SNDP യോഗത്തെ ഒരിക്കലും എതിർത്തിട്ടില്ല. ജനറൽ സെക്രട്ടറി വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം പറഞ്ഞു. അത് യോഗത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആരെങ്കിലും സ്ഥാനാർത്ഥികളാകുന്നുണ്ടെങ്കിൽ രാജിവെക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സംഘടനാപരമായിട്ടുള്ള അഭിപ്രായമല്ല. അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് SNDP യോഗത്തിൻ്റെ ഘടകങ്ങളിൽ ആലോചിച്ച് തീരുമാനമെടുത്ത് അതിന് ചെയ്യും എന്നുള്ളതല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. താങ്കൾ മത്സരിച്ചാൽ തൃശ്ശൂരിൽ തോൽക്കും എന്ന് വെള്ളാപ്പള്ളി നടേശൻ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇത് എത്രമാത്രം ശരിയാണ്? അതെന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? അതെനിക്കറിയില്ല. കാരണം അങ്ങനെ തോക്കാനുള്ള യാതൊരു സാഹചര്യവുമില്ല. കാരണം കേരളത്തിൽ എന്താണെങ്കിലും ഇപ്രാവശ്യം NDA ഏറ്റവും കുറഞ്ഞത് ഒരു 4-5 സീറ്റിലെങ്കിലും ജയിക്കാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. ആ സത്യാവസ്ഥ നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തൃശ്ശൂർ എന്ന് പറയുന്നത് NDAക്ക് ഏറ്റവും ജയസാധ്യതയുള്ള സീറ്റുകളിൽ ഒന്നാണത്. അതുകൊണ്ട് അവിടെ ജയസാധ്യത അങ്ങനെ തോൽക്കും എന്ന് ആർക്കും ഒരിക്കലും പ്രവചിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് അല്ല അത്. ജനറൽ സെക്രട്ടറി അങ്ങനെ പറയുന്നത് BDJസിനെ ക്ഷീണം ചെയ്യില്ലേ? ഒന്നും ക്ഷീണം ചെയ്യില്ല. അദ്ദേഹം ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അദ്ദേഹം പറയുന്നുള്ളതല്ലാതെ അതിന് പ്രത്യേകിച്ചൊന്നും കാണേണ്ട ആവശ്യമില്ല. അത് അദ്ദേഹം എപ്പോഴും അദ്ദേഹം പറയാറുള്ളൂ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, അതല്ലാതെ സംഘടനയുടെ അഭിപ്രായമല്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അദ്ദേഹം. വ്യക്തിപരമായാണ് പറയുന്നതെങ്കിലും അദ്ദേഹം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. സ്വന്തം മകനാണ് തൃശ്ശൂർ മത്സരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ തൃശ്ശൂരെ BDJs മത്സരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അത് ഞങ്ങൾ ഒരു കാരണവശാലും വോട്ടിങ്ങിന് അതൊന്നും ഒരു കാരണവശാലും ബാധിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളല്ല. ഒരു ആവശ്യങ്ങളും ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടില്ല. അങ്ങനൊരു കാര്യം തരാമെന്നും പറഞ്ഞിട്ടില്ല. ഇല്ലില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം കാര്യം ഒരു ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രവർത്തകർക്ക് കൊടുക്കാനുള്ള ബോർഡുകൾ, കോർപ്പറേഷനുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ധാരണകളായിട്ടുണ്ട്. അപ്പോൾ അത് കാര്യങ്ങൾ ചർച്ച ചെയ്തു, അത് തീർത്തിട്ടുണ്ട്. ബാക്കി എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ആവശ്യപ്പെട്ടുള്ള കാര്യം പ്രവർത്തകർക്ക് കഴിഞ്ഞ പ്രാവശ്യം കൃത്യമായിട്ടുള്ള ബോർഡുകളും അതുപോലെ തന്നെ കോർപ്പറേഷനുകളൊന്നും കൊടുക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഇപ്രാവശ്യം പഴയൊരവസ്ഥയല്ല. BDJs വളർന്നു, സംഘടനാപരമായി നല്ല സെറ്റപ്പുണ്ട്. മാത്രമല്ല
ഇനി ഞങ്ങളെ സംബന്ധിച്ചുള്ള അധികാരത്തിൻ്റെ പങ്കാളിത്തത്തിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ സംഘടനയ്ക്ക് ദോഷം ചെയ്യുന്നതുകൊണ്ട് തന്നെ കൃത്യമായി ഏതൊക്കെ കോർപ്പറേഷനുകൾ വേണം, അതുപോലെ എത്ര ബോർഡുകൾ വേണം, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് ഞങ്ങളതിൻ്റെ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. ആ ധാരണ ഞങ്ങൾ തീർച്ചയായും അതൊരു പാലിക്കും. അങ്ങനെ ഒരു നിബന്ധന ഇതുവരെ വെച്ചിട്ടില്ല ഞങ്ങൾ. അല്ല, SNDP യോഗം സമദൂരത്തിന് നിന്നാൽ മതി. SNDP യോഗം എല്ലാ കാലങ്ങളിലും അങ്ങനെ തന്നെ നിന്നിട്ടുള്ളതും. അത് SNDP യോഗം ഇതും തമ്മിൽ BDJS-ഉം SNDP യോഗവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട ഒരു കാര്യവുമില്ല. വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇത് യഥാർത്ഥ ഒരു മതേതര പാർട്ടിയാണ്. ഇതിൽ ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരൊക്കെ? ഇപ്പോൾ ഈ വായിച്ച ഞാൻ 3 പേരുടെ പേര് വായിച്ചു. ഇത് 2 പേരും ഈ പറയുന്ന ഈഴവ സമുദായത്തിൽപ്പെടുന്നവരൊന്നും അല്ല. അല്ല, അതിപ്പം സംഘടന ഞാൻ ആലോചിക്കേണ്ട കാര്യമാണല്ലോ. അത് വേണ്ടി വന്നാൽ ആ സമയത്ത് ആലോചിച്ച് ചെയ്യും. അല്ല, അത് ജനറൽ സെക്രട്ടറി SNDP യോഗം ജനറൽ സെക്രട്ടറി ഭരണത്തിൽ വരേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അത് SNDP യോഗത്തിൻ്റെ നിലപാടെന്താണ്? സമദൂരം എന്നുള്ള നിലപാടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ BJPക്കോ അല്ലെങ്കിൽ പിന്നെ BDJS-ന് വേണ്ടി അദ്ദേഹം ഒരു ക്യാമ്പയിൻ ഒരു സ്ഥലത്തും വരാൻ വേണ്ടി പോകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വാഗ്ദാനം എന്ന് പറയാൻ കൃത്യമായിട്ടുള്ള ഇതുപോലൊരു ധാരണയില്ലായിരുന്നു. ഒന്നാമത് ഞാൻ ഇന്ന സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ധാരണയിലൂടെ ഉണ്ടാക്കിയിട്ടല്ല യഥാർത്ഥത്തിൽ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇത് വരികയുണ്ടായത്. ഇന്നതല്ല, ഇലക്ഷന് മുമ്പ് തന്നെ വളരെ വ്യക്തമായി ഏതൊക്കെ എന്നുള്ളത് ധാരണ ഉണ്ടാക്കി തന്നെയാണ് ഈ മുന്നണിയിൽ ഞങ്ങൾ നിൽക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ സ്ഥാനാർത്ഥിത്വം ഞാനല്ലോ പ്രഖ്യാപിക്കേണ്ടത്. അത് ഞാൻ എൻ്റെ ഇപ്പോൾ പാർട്ടിയിലെ BDJS-ൻ്റെ സംസ്ഥാന കൗൺസിൽ കൂടിയ ശേഷം മത്സരിക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായും മത്സരിക്കും. അത് എവിടെ ആണെങ്കിലും. ഇല്ല, ഞങ്ങൾ ആ സമയത്ത് കാരണം ഈ ഒരു ഇഷ്യൂ കിടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് നാളെ മറ്റന്നാളോ 2 ദിവസം അത്രേ ഉള്ളൂ. അത് രണ്ടും തമ്മിൽ ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം വയനാട് സീറ്റ് പ്രഖ്യാപിക്കാത്തതിന് കാരണം ഇത് തന്നെയാണ്. മറ്റേ തൃശ്ശൂർ സീറ്റ് പ്രഖ്യാപിക്കുന്നത് ഞാൻ മത്സരിക്കണം എന്നുള്ള കൂടുതൽ കിടക്കുന്നതുകൊണ്ട് അവിടെ പിന്നെ ഞങ്ങളുടെ കൗൺസിൽ കൂടിയ ശേഷം ഒരു തീരുമാനം ഫൈനലായിട്ട് എടുക്കും. അല്ല, നിലവിലൊരു സ്ഥാനാർത്ഥി അവിടെ ഇല്ല. ഞങ്ങളൊരു സ്ഥാനാർത്ഥി അവിടെ തീരുമാനിച്ചിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടില്ല. പല പലരും മത്സരിക്കാൻ വേണ്ടി പോകുന്നൊക്കെ പറഞ്ഞ് പലരും ഇറക്കുന്നുണ്ടാവും. പക്ഷേ അതിനകത്തൊന്നും കാര്യമില്ല. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ആര് വരണം എന്നുള്ളത് അവിടെ മറ്റേ കോൺഗ്രസിൻ്റെ കൂടെ സ്ഥാനാർത്ഥി നിശ്ചയിച്ചിട്ട് വേണം എന്നൊരു തീരുമാനമാണ് ഉള്ളത്. അല്ല, BDJS ചിലപ്പോൾ അത് മത്സരിക്കാൻ വേണ്ടി പോകുന്ന BJP സ്ഥാനാർത്ഥിയായിരിക്കും. ഞങ്ങൾ വേറെ സൈഡിലേക്ക് ചിലപ്പോൾ മാറാം. അതൊക്കെ മാറ്റാമല്ലോ, വലിയ കാര്യമില്ലല്ലോ. അല്ല, ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണം. 5 എന്നുള്ള 2 മത്സരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്കിപ്പോൾ 5 എണ്ണത്തിൻ്റെ പുറത്ത് പോകേണ്ട ആവശ്യമില്ല. 2 മത്സരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിൽക്കുമ്പോൾ. ഞങ്ങൾക്കിപ്പോൾ എണ്ണത്തിൻ്റെ പുറത്ത് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. NDAയുടെ കൺവീനർ എന്നുള്ള നിലയ്ക്ക് NDAയിൽ ജയസാധ്യതയുള്ള സീറ്റുകളിൽ ഏത് പാർട്ടിക്ക് കൊടുത്താലും ആ ആളുകളെ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനം. അതല്ലാതെ സീറ്റിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളതല്ല. എന്നോട് ചോദിച്ചിട്ടില്ല. ഇല്ല. പക്ഷേ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. പിന്നെ അത് കഴിയുമ്പോൾ ആലോചിച്ചിട്ടില്ലേ പറയാൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ ആവശ്യപ്പെടണ്ടേ? പെടാത്തൊരു കാര്യത്തെക്കുറിച്ചിട്ട് കൗൺസിൽ യോഗം ആവശ്യപ്പെടട്ടെ, അപ്പോൾ ഞാനതിന് മറുപടി പറയാം. അല്ല, അങ്ങനല്ലോ സഹോദരനല്ലോ കൗൺസിൽ എന്ന് പറയുന്നത്. കൗൺസിൽ കൂടിയ ശേഷം കൗൺസിൽ ചോദിക്കുകയാണ് എൻ്റെ അടുത്ത് ഉത്തരം പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. ഇല്ല, ഞാൻ മത്സരിക്കാൻ തയ്യാറാണല്ലോ. ഞാൻ മത്സരിക്കുന്ന എതിരൊന്നുമല്ല. കാര്യം അത് ഫൈനൽ ഡിസിഷൻ, ഏത് സീറ്റ് വേണം എന്നുള്ളത് ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത്, അത് പറയേണ്ടതും ഞങ്ങളുടെ BDJS സംസ്ഥാന കൗൺസിലാണ്. എവിടെയെങ്കിലും ഞാൻ മത്സരിക്കും എന്നുള്ള കാര്യം തർക്കമൊന്നും വേണ്ട. പ്രശ്നം ക്ലിയർ ആയല്ലോ.
അല്ല, തൃശ്ശൂർ മത്സരിക്കാനാണ് സാധ്യത കാര്യം. ഇത് മുഴുവൻ ചർച്ച ചെയ്ത് ഞാനൊറ്റയ്ക്ക് പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമല്ലത്. കാര്യം പ്രത്യേകിച്ച് ബാക്കിയുള്ള ആളുകളെ കുറിച്ച് നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓരോ സീറ്റുകൾ എടുത്ത സമയത്ത് തന്നെ ഇന്ന ആളുകൾക്ക് എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ആ സീറ്റുകൾ എടുക്കുകയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ 3 പേരെയും ആക്ച്വലി അവരെല്ലാം വർക്ക് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു, കുറേ 2-3 ആഴ്ചയായിട്ട്. അപ്പോൾ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ശരിക്കും പറഞ്ഞാൽ 1.5 ആഴ്ചയ്ക്ക് ഞാനിവിടെ ഇല്ല. അപ്പോൾ ഞാൻ വന്ന ശേഷം ചെയ്യാം എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത്. അങ്ങനെ പരിഗണനാ ലിസ്റ്റ് ഇതുവരെ ഇല്ല. കാരണം അത് കംപ്ലീറ്റ് പഠിക്കാതെ ഇപ്പം പ്രത്യേകിച്ച് ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ അത് NDAയും മുഴുവൻ ആളുകളും കൂടി പ്രധാന കക്ഷിയായ BJPയുമായിട്ട് കൂടി ആലോചിക്കാതെ നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയില്ലല്ലോ ആ കാര്യത്തിൽ. സീറ്റ് നമ്മൾ BDJസിൻ്റെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഈ പറയുന്ന രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയുടെ വരുമ്പോൾ അത് ആരെങ്കിലും ഒരാളെ കൊണ്ടുപോയിട്ട് മത്സരിപ്പിക്കുകയല്ലോ എൻ്റെ ശരി. അത് ചിലപ്പം പിന്നെ അല്ല, സ്മൃതി ഇറാനി ഓൾറെഡി മറ്റേ അമേഠിയിൽ മത്സരിക്കുന്നുണ്ടല്ലോ, അതിന് സാധ്യതയില്ല. എങ്ങനെ അങ്ങനെ ഒരു തീരുമാനമില്ല. ഞാൻ BDJസിൻ്റെ പ്രസിഡന്റ് അല്ലേ. ഞാൻ പറഞ്ഞല്ലോ മത്സരിക്കും എന്താണെങ്കിലും സീറ്റ് തീരുമാനിച്ചിട്ടില്ലെന്ന് മാത്രം. അത് തീരുമാനിക്കുന്നത് 2 ദിവസം കഴിയുന്നതിനുള്ളിൽ. അത് ഉണ്ടായിരുന്നു, ദേശീയ അധ്യക്ഷനും പ്രഷർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും BJPയിലുള്ള പ്രധാന നേതാക്കന്മാരെല്ലാം, NDAയിലുള്ള നേതാക്കൾ, മറ്റു ഘടകകക്ഷികൾ, അതുപോലെ തന്നെ പിന്നെ BDJസിലുള്ള മുഴുവൻ നേതാക്കന്മാരെല്ലാവരും ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഫൈനൽ ഡെസിഷനിലേക്ക് ഈ 2 സീറ്റിലേതെങ്കിലും ഒന്നായിരിക്കും. അത് പിന്നെ ഒരു ഫൈനൽ ഡെസിഷൻ 2 ദിവസങ്ങളിൽ വരും. അതേ പറഞ്ഞു, 2 സീറ്റിൽ ഒരെണ്ണത്തിൽ ഞാൻ മത്സരിക്കും. ഏത് 2-1 മത്സരിക്കും. എന്തോ വ്യക്തിപരമായ അല്ല, 2 സ്ഥലവും എന്നെ സംബന്ധിച്ചുള്ള പിന്നെ മാനസികമായും അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് അടുപ്പമുള്ള സ്ഥലങ്ങളാണ് 2 സ്ഥലങ്ങളും. അല്ല, നമ്മൾ എവിടെ പോയാലും ജയിക്കണം എന്നുള്ള ധാരണത്തിലാണല്ലോ മത്സരിക്കുന്നത്. നമുക്ക് ഒരു ഗെയിം ചേഞ്ചർ ആകുന്നതല്ലേ നല്ലത്. അല്ലാതെ എന്നും പിന്നെ ജയിക്കുന്ന സ്ഥലത്ത് പോയി നിന്നിട്ട് ജയിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തോ ആരുമായി ഏറ്റുമുട്ടിയാലും ജയിക്കാൻ നമുക്കൊരു ആത്മവിശ്വാസം വേണം. അത് നമുക്ക് സാധിക്കാത്ത കാര്യം എന്താ ഉള്ളത്? എത്രയോ വലിയ കാര്യങ്ങൾ ഇന്ത്യ നടന്നിട്ടുണ്ട്. ഈ പറയുന്ന ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ തോൽപ്പിച്ച ആളുകൾ ഇഷ്ടപ്പെടുന്ന രാജ്യത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. അത് അതിപ്പോൾ ഏത് സീറ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനൊരു കോംപ്ലിക്കേഷന് പോകേണ്ട ആവശ്യമുണ്ട് സൗകര്യം. അതിൻ്റെ ആവശ്യമില്ല. ഇല്ല, ഞാൻ ഇപ്പോൾ തുടങ്ങിയ മത്സരമല്ല. ഞാൻ പണ്ട് SFIയിൽ സ്കൂളിലുണ്ടായിരുന്ന സമയം മുതൽ മത്സരം തുടങ്ങിയതാണ്. തുഷാർ വെള്ളാപ്പള്ളിയുടെ വാർത്താ സമ്മേളനമായിരുന്നു. താൻ മത്സരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. തൃശ്ശൂരിലോ വയനാട്ടിലോ ആയിരിക്കും തൻ്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാവുക എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു.